നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 24/6/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ഒട്ടുപാൽ 1 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 200 രൂപ 50 പൈസയും, RSS 5 കിലോ 197 രൂപ 50 പൈസയും, ISNL 177, ലാറ്റക്സ് 60% DRC ഉള്ള 141 രൂപ 60 പൈസയുമാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 200 രൂപ 50 പൈസയും, RSS 5 കിലോ 197 രൂപ 50 പൈസയും. അതാണ് കൊച്ചി വില. കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 190, ലോട്ട് 177 മുതൽ 182, ഒട്ടുപാൽ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 133, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 99 രൂപ 75 പൈസയാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 192 രൂപ 50 പൈസയും, RSS 5 കിലോ 189 രൂപ 50 പൈസയും, ISNL കിലോ 174 രൂപ 50 പൈസ മുതൽ 175 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 114 മുതൽ 125 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ ഒട്ടുപാൽ 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ആണ് ഇന്നത്തെ റബ്ബർ വില. എല്ലാവരും മിക്ക സ്ഥലങ്ങളിലും കവറിട്ടവർ ടാപ്പ് ചെയ്യുകയാണ്. അത് ഇന്നലെ ശക്തമായ മഴയില്ലാത്തതുകൊണ്ട് കവറിട്ട മരങ്ങൾ ടാപ്പ് ചെയ്യാം. അതേസമയം കവറിടാത്ത മരങ്ങൾ ഒരു കാരണവശാലും വെട്ടാൻ പറ്റത്തില്ല. കാര്യം മഴ നനഞ്ഞ് കിടക്കുന്ന മരം അതുകൊണ്ട് നല്ലപോലെ കുതിർന്ന് കിടക്കുകയാണ്. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ 658, കുരുമുളക് ഗാർബിൾഡ് 678, കുരുമുളക് പുതിയത് 648, ഗ്രാമ്പു 800, കയറ് ഇഴക്കയർ 10, കരിപ്പൊട്ടി കയറ് 10 മുതൽ 15, ജാതിക തൊണ്ടോട് കൂടി 240, കാഞ്ഞിരക്കുരു 1850, കൊപ്ര എടുത്തപടി 241, തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 96, വെളിച്ചെണ്ണ മില്ലിലെ ഒറിജിനൽ നാടൻ വെളിച്ചെണ്ണ 420, കൊക്കോ 280 മുതൽ 350, കശുവണ്ടി 116, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420 ആണ്. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 9230, ഒരു പവൻ 73,840. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,069, ഒരു പവൻ 80,552. ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. മാനവരാശിക്ക് തന്നെ ഭീഷണിയായി യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് ഭാഗത്തും വൻ നാശനഷ്ടങ്ങളാണ് വിതയ്ക്കുന്നത്. ഓരോ ബിൽഡിങ്ങുകളിൽ അതിനകപ്പെട്ട മനുഷ്യജീവനുകൾ എന്തുമാത്രമാണ് കഷ്ടപ്പെടുന്നത്, എന്തുമാത്രം ബിൽഡിങ്ങുകളാണ് നശിക്കുന്നത്. ഇതെല്ലാം കിട്ടിപ്പോകണമെങ്കിൽ എന്ത് കാശാണ് വേണ്ടുന്നത്. ഇങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ചയില്ലെങ്കിൽ സാധനങ്ങൾക്ക് എന്ത് അമിത വിലയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം കമൻസും ചെയ്യുക.